നിങ്ങൾ കരുതിണ്ടാവും ഞാനെന്താ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഞാനൊരു സാധനം കാണിക്കാൻ പറഞ്ഞിട്ടായിരുന്നു വന്നത്. കാണിക്കാം. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇത് പലർക്കും അറിയാത്ത കാര്യമാണിത്. എന്നാൽ ചിലവർക്ക് അറിയും ചെയ്യും. ഞങ്ങളെ പോലുള്ള കുട്ടികൾക്ക് ഗവൺമെൻറ് തരുന്ന സ്കോളർഷിപ്പിൻ്റെ ഫോമാണിത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ നമുക്ക് ഈ തരത്തിലുള്ള ഫോം ലഭിക്കും. ചില ഇടങ്ങളിൽ അംഗനവാടി ടീച്ചർ നമ്മുടെ വീടുകളിൽ എത്തിക്കും. ചിലപ്പോൾ കൗൺസിലർമാർ കൊണ്ട് തരും. ഈ ഫോം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ സമർപ്പിക്കുമ്പോൾ എന്നെ പോലുള്ള മക്കൾക്ക് പഠനത്തിനായുള്ള സ്കോളർഷിപ്പ് ലഭിക്കും. നിങ്ങൾക്ക് അറിയണ്ട എത്ര തുക ലഭിക്കാമെന്ന്? 28,500. ചിലപ്പോൾ ഈ തുക 2 ഘട്ടമായിട്ടാണ് കിട്ടുക. ഇതിൽ ലഭിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം? ആദ്യം ഈ ഫോം പൂരിപ്പിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഞങ്ങളുടെ അവകാശമാണ്. ആരുടെയും ഔദാര്യമല്ല. ഇതിനെ കുറിച്ച് അറിയാത്തവർ പലതും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ആവശ്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഫോം പൂരിപ്പിച്ച് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഇത് കൊടുത്ത് അവിടുത്തെ അച്ഛനോട് ഈ രേഖകൾ സാക്ഷ്യപ്പെടുത്തി അവിടെ നിന്ന് സ്കൂൾ ബസിൻ്റെ സീറ്റ്, യൂണിഫോമിൻ്റെ ബില്ല്, പഠന യാത്രയുടെ ബില്ല് വാങ്ങി ഈ ഫോമിൽ പറഞ്ഞ എല്ലാ രേഖകളും ചേർത്ത് നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ നൽകണം. അതിന് മുമ്പ് ഫില്ല് ചെയ്ത ഫോമിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് വയ്ക്കണം. എന്നിട്ട് സമർപ്പിക്കണം. റസീറ്റ് വാങ്ങാൻ മറക്കരുത്. അത് സൂക്ഷിച്ച് വയ്ക്കുമല്ലോ. ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, റേഷൻ കാർഡിൻ്റെ കോപ്പി, UID കാർഡിൻ്റെ കോപ്പി, ആധാറിൻ്റെ
കോപ്പി, ബാഗ്, ബുക്ക്, വാങ്ങിയതിൻ്റെ ബില്ല്, ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി എല്ലാം വയ്ക്കാൻ മറക്കരുത്. ഇതിലൊരു ഫോട്ടോ ഒട്ടിക്കാൻ മറക്കരുത്. എല്ലാവരുടെയും മുഴുവൻ പൈസ ലഭിക്കുന്നില്ല. നമ്മളത് വാങ്ങിയെടുക്കണം. ഇത് നമ്മുടെ അവകാശമാണ്. ഇതേപോലെയുള്ള ഉപകാരമുള്ള വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങളത് വേണ്ടപ്പെട്ടവർക്ക് നിങ്ങൾ എത്തിക്കുമല്ലോ. എന്നെ കൊണ്ട് ഇത്രയും പറ്റുന്നതുപോലെ ഞാനും ശ്രമിക്കും. എന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അടുത്തത് റെയിൽവേ കൺസ്ട്രക്ഷനുള്ള വീഡിയോ ആയിരിക്കും. താങ്ക് യു.